നമുക്കിടയിലും നമ്മുടെ നാട്ടിലൊക്കെ കാണാം. ഇസ്ലാമിന്റെ മഹത്വം മനസ്സിലാകാഞ്ഞിട്ടോ മുസ്ലിമായാൽ ഇരു ലോകത്തും വിജയം സാധ്യമാണ് എന്നറിയാഞ്ഞിട്ടോ അല്ല. ജീവിതത്തിലെ ചില താല്പര്യങ്ങൾ, ചില സൗകര്യങ്ങൾ അവർക്കതിന് തടസ്സമാണ്. പലർക്കും തടസ്സം ദുനിയാവാണ്. ദുനിയാവ് തടസ്സം നിൽക്കുന്നത് കൊണ്ട് ഇസ്ലാം സ്വീകരിക്കാൻ സന്നദ്ധത കാണിക്കാതെ പോയ എത്ര ആളുകളുണ്ട്. ഇസ്ലാമിനെ പറ്റി മനസ്സിലാകാനിട്ടൊന്നുമല്ല, ശരിക്കും മനസ്സിലായിട്ടുണ്ട്. ശരിയായ നിലക്ക് മനസ്സിലായി എന്ന് പറഞ്ഞാൽ ഇനി അവർ അന്വേഷിക്കാൻ ബാക്കിയില്ല, അത്രത്തോളം മനസ്സിലായിട്ടുണ്ട്. ഈ ചെറുപ്പക്കാരൻ ഈ ദുസ്വഭാവങ്ങളൊക്കെ മാറ്റിയിട്ട് ഇസ്ലാമിലേക്ക് വരാൻ എനിക്ക് സാധിക്കൂല എന്ന് പറഞ്ഞപ്പോ അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, അസ്ലിം, നീ മുസ്ലിം ആയിക്കോ, ഒറ്റ കാര്യം നീ സ്വീകരിച്ചാൽ മതി, നീ കളവ് പറയരുത്. കളവ് പറയുക എന്ന ദുസ്വഭാവം പൂർണ്ണമായും നീ ഉപേക്ഷിക്കണം. എപ്പോഴും സത്യം മാത്രമേ പറയൂ എന്ന് നിശ്ചയം ചെയ്ത് നീ ഇസ്ലാമിലേക്ക് വന്നോ എന്ന് പറഞ്ഞു. അപ്പൊ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഒരു കാര്യമല്ലേ എന്നോട് ഉപേക്ഷിക്കാൻ പറഞ്ഞിട്ടുള്ളൂ, ഒറ്റ കാര്യമല്ലേ എന്നോട് ഒഴിവാക്കാൻ പറഞ്ഞിട്ടുള്ളൂ, അത് ഞാൻ സ്വീകരിക്കാം. കള്ളം പറയൂല, കളവ് പറയൂല എന്ന പ്രതിജ്ഞയോടെ, സത്യം മാത്രമേ പറയൂ എന്ന ഉറപ്പോടെ ഷഹാദത്ത് കലിമ ചൊല്ലി അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് മുന്നിൽ വിശുദ്ധ ഇസ്ലാം പ്രഖ്യാപിച്ചു. ഇങ്ങനെ അദ്ദേഹം ആ സദസ്സിൽ നിന്ന് ഇസ്ലാമിന്റെ ബാലപാഠങ്ങളൊക്കെ മനസ്സിലാക്കി പിരിഞ്ഞു. സത്യത്തിൽ ഷഹാദത്ത് കലിമ ചൊല്ലിയ ആള് സ്വഹാബി എന്ന് പറയുന്ന ഒരു പദവി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ തങ്ങളോടൊപ്പം മുഅ്മിനായ നിലക്ക് ഒരു സെക്കൻഡ് ഒരുമിച്ച് കൂടാൻ ഭാഗ്യം ലഭിക്കുന്ന ആളാണ് സ്വഹാബി എന്ന് പറയുന്നത്. കാണണം എന്ന് നിബന്ധനയില്ല. സ്വഹാബിമാരുടെ കൂട്ടത്തിൽ കാഴ്ചയില്ലാത്തവരുണ്ടല്ലോ. ഹദീസ് റിപ്പോർട്ട് ചെയ്യണം എന്നും നിബന്ധനയില്ല. ഹദീസ് റിപ്പോർട്ട് ചെയ്യാത്ത സ്വഹാബിമാരും ഉണ്ട്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം മുഅ്മിനായ നിലക്ക് ഒരു സെക്കൻഡ് ഒരുമിച്ച് കൂടാൻ ഭാഗ്യം ലഭിച്ച മനുഷ്യൻ വലിയ ഭാഗ്യവാനാണ്. ഈ ഉമ്മത്തിൽ, ഈ സമുദായത്തിൽ ഏറ്റവും ഉയർന്ന സ്ഥാനത്തുള്ളവരാണ് സ്വഹാബിമാർ. അവരത്ര ബഹുമാനം ഉള്ളവർ ആരാണ്? പരിശുദ്ധ ഖുർആനിൽ എത്രയാണ് അവരെ പറ്റി അല്ലാഹു തആല ബഹുമാനം പറഞ്ഞത്. അപ്പൊ ഈ ഷഹാദത്ത് കലിമ വലിയ ചെറുപ്പക്കാരൻ ഇപ്പൊ എന്തായി മാറി? മുസ്ലിമായി എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, സ്വഹാബിൻ കൂടിയായി. പക്ഷേ അദ്ദേഹത്തിനൊരു കണ്ടീഷനുണ്ട്. ഒരിക്കലും കള്ളം പറയരുത്, സത്യം മാത്രമേ പറയാവൂ. ഒരൊറ്റ ഉപദേശമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയത്. അലാ അൻ തുഖല്ലിയൽ കദിബ, കള്ളം പറയുന്നത്, കളവ് പറയുന്നത് നീ ഒഴിവാക്കണം എന്ന നിലക്ക് നീ ഇസ്ലാമിലേക്ക് വന്നോ. ആ ഒരൊറ്റ നിബന്ധന പാലിച്ച് വിശുദ്ധ ദീനിലേക്ക് കടന്നു വന്ന ചെറുപ്പക്കാരൻ, എന്റെ മാന്യ മുസ്ലിം സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരു ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസമായപ്പോ വൈകുന്നേര സമയത്ത് തന്റെ കൂട്ടുകാര് വരുന്നു. ഏത് കൂട്ടുകാര് എന്നറിയുമോ? സർവ അധർമ്മങ്ങൾക്കും തന്റെ കൂടെ നിൽക്കുന്ന കൂട്ടുകാർ. ഒരിക്കലും അവര് കൂട്ടുകാരല്ല,
പൈശാചിക സ്വഭാവം ഉള്ള ആളുകളാണ്. പിശാചിന്റെ സ്വഭാവമല്ലേ അവർക്കുള്ളത്. അതുകൊണ്ടാണ് അധാർമികത കൂട്ടു നിൽക്കുന്നത്. മനുഷ്യന്മാരെ കൂട്ടത്തിലെ പിശാചുക്കൾ എന്ന് ഖുർആൻ വിശേഷിപ്പിച്ചത് അവരെ പറ്റിയാണ്. രണ്ട് കൂട്ടത്തിലുമുണ്ടല്ലോ ശൈത്താന്മാര്, ശയാത്തീനൽ ഇൻസി വൽ ജിന്നി. മനുഷ്യന്മാരെ കൂട്ടത്തിലും പിശാചുക്കളുണ്ട്, ജിന്നുകളെ കൂട്ടത്തിലും പിശാചുക്കളുണ്ട്. മനുഷ്യന്മാരെ കൂട്ടത്തിലെ പിശാചുക്കൾ ആരാണ്? അധർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്ന, അധാർമികതയ്ക്ക് വേണ്ടി എല്ലാ സെറ്റപ്പും ഒരുക്കുന്ന, അതിനുവേണ്ടി വലിയ പിന്തുണയും വലിയ പിൻബലവും ഉണ്ടാക്കി തീർക്കുന്നവർ, അവരാണ് ശയാത്തീനൽ ഇൻസി, മനുഷ്യരിലെ പിശാചുക്കൾ എന്ന് ഖുർആൻ വിശദീകരിക്കുന്നത്. ഇരിക്കട്ടെ, തന്റെ ഒപ്പം അധാർമികതക്ക് കൂടെ നിൽക്കുന്ന ആളുകൾ അവര് വന്ന് വിളിക്കുന്നു, സുഹൃത്തേ നീ ഇന്ന് വരുന്നോ? നല്ല ഒരു വീടുണ്ട്, നല്ല ഉയർന്ന വീടാണ്, കുറെ കാലമായി നമ്മൾ ആ വീട് നോട്ടമിട്ടിരിക്കുന്നത്. ഇപ്പോഴാണ് ആ വീട്ടിലെ ആളുകൾ മറ്റൊരു സ്ഥലത്തേക്ക് മാറിപ്പോയത്. അവര് തൽക്കാലം ലീവിന് പോയതാണ്. ഇന്ന് ആ വീട് ലക്ഷ്യമാക്കി നമുക്കൊന്ന് കളവ് നടത്താം. കളവ് നടത്താനാണ് കൂട്ടുകാര് വന്ന് വിളിക്കുന്നത്. കളവ് നടത്തിയാൽ ഇന്ന് ഇതുവരെ നടത്തിയതുപോലെയാകൂല. കാരണം നമ്മൾ കുറെ കാലമായി നോക്കിക്കാണുന്ന വീടാണ്, ഒരിക്കൽ പോലും നമുക്ക് ചാൻസ് കിട്ടിയിട്ടില്ല. ഇപ്പോഴാണ് ആ വീട്ടിൽ ആളുകളൊന്ന് മാറി താമസിച്ചത്. കിട്ടിയ തക്കം നോക്കി നമ്മൾ ആ വീടൊന്ന് കവർച്ച ചെയ്യണം, നീ വരണം എന്ന് പറഞ്ഞ് കൂട്ടുകാര് വിളിക്കുമ്പോ ഒരു നിമിഷ നേരം ഈ ചെറുപ്പക്കാരൻ ഒന്ന് ചിന്തിക്കുന്നു. ചിന്തിച്ചുകൊണ്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോ അവരോട് പറയുന്നു, ഞാനില്ല, നിങ്ങൾ പോയിക്കോളൂ. ഇതുവരെ ഞങ്ങളോടൊപ്പം സഹകരിച്ച നീ എന്തേ ഇപ്പൊ ഇല്ലാത്തത്? കഴിഞ്ഞ നാളുകളിലൊക്കെ നിന്റെ സജീവ സാന്നിധ്യം ഞങ്ങൾക്ക് വലിയ അനുഗ്രഹമായിരുന്നു, വലിയ ധൈര്യമായിരുന്നു. നിന്നെ മുന്നിൽ കണ്ടല്ലേ ഞങ്ങൾ പലതും തീരുമാനിക്കാറുള്ളത്. എന്തേ നീ വരാത്തത്? ചെറുപ്പക്കാരൻ പറയുന്നു, ഒന്നുമല്ല, ഞാൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിൽ പോയി ഷഹാദത്ത് കലിമ ചൊല്ലിയ വ്യക്തിയാണ്. തങ്ങൾ എന്നോട് പറഞ്ഞു, ഒറ്റ നിബന്ധന, കള്ളം പറഞ്ഞേക്കരുത്. ഞാൻ നിങ്ങളോടൊപ്പം വന്ന് കളവിന് കൂട്ടുനിന്ന് ഞാൻ സഹകരിച്ചാൽ നാളെ എങ്ങാനും മദീന മുനവ്വറയിലെത്തിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാനിട വന്നാൽ എന്നോടെങ്ങാനും തങ്ങൾ ചോദിക്കുന്നു, നീ കളവ് നടത്തിയോ എന്ന് ചോദിക്കുമ്പോ എന്റെ മാനം കാക്കുന്നതിന് വേണ്ടി ഞാൻ പറയണം ഇല്ല എന്ന്. എന്നാ പിന്നെ എന്റെ മാനം കാക്കാൻ എനിക്ക് കഴിയും. അതേ സമയത്ത് ആ പറയുന്നത് നിങ്ങളെ കൂടെ വന്നിട്ട് ഞാൻ പറയുന്നത് കളവല്ലേ? സത്യം ഞാൻ തുറന്നു പറഞ്ഞാലോ ജനങ്ങളെ മുന്നിൽ വെച്ച് തന്നെ എന്റെ വലത്തെ കൈയിന്റെ കഫിന്റെ ഭാഗമങ്ങ് മുറിച്ചു കളയും. അതെനിക്കുള്ള ശിക്ഷയാണ്, ഇസ്ലാമിന്റെ നടപടിയാണ്. ഇനി ഒരു കാലത്തും തെറ്റ് ആവർത്തിക്കാതിരിക്കാനും ചെയ്ത തെറ്റിനൊരു തൗബയുടെ മാർഗം തരാനും അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന ശിക്ഷ ആളുകൾക്ക് മുന്നിൽ വെച്ചങ്ങ് നടപ്പിലാക്കിയാൽ കാലകാലം എന്റെ ശരീരത്തിൽ ഒരടയാളം വന്നു. എന്തേ? കളവ് നടത്തിയ അടയാളം. അതെന്നേക്കും എനിക്ക് അപമാനമാണ്. അതുകൊണ്ട് രണ്ട് രൂപത്തിലായാലും നിങ്ങളെ കൂടെ എനിക്ക് വരാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ പൊയ്ക്കോ. കൂട്ടുകാരെ മടക്കി വിടുന്നു. കളവ് നടത്താൻ ചെറുപ്പക്കാരൻ ഒന്നും ഇറങ്ങിപ്പോയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സാന്നിധ്യത്തിൽ വെച്ച് പറഞ്ഞ തീരുമാനം ഒരൊറ്റ ഉപദേശമാണ് തങ്ങൾ കൊടുത്തത്. അലാ അൻ തുഖല്ലിയൽ കദിബാ, കളവ് പറയുന്നത് അങ്ങ് ഒഴിവാക്കണം. ഒരൊറ്റ കാര്യമല്ലേ പറഞ്ഞത്. ആ കാര്യം സ്വീകരിച്ചുകൊണ്ട് കൂട്ടുകാർ വന്ന് വിളിച്ചിട്ട് പോയില്ല. സുബ്ഹാനല്ലാഹ്, 3 ദിവസം കഴിഞ്ഞപ്പോ മറ്റൊരു വിധം കൂട്ടുകാർ വരുന്നു. അവര് വന്നിട്ട് പറയുന്നത് എന്താണ്? നമ്മുടെ നാട്ടിലല്ല, കുറച്ചങ്ങ് അകലെ മധുര 17കാരിയായ നല്ലൊരു തരുണീമണിയുണ്ട്.
ആ പെണ്ണിനെ സുഖിക്കാൻ വേണ്ടി ഇന്ന് കിട്ടുന്നൊരു നേരമാണ്. നീ വരുന്നോ? വേശ്യാവൃത്തിക്ക് വേണ്ടിയാണ് വിളിക്കുന്നത്. ചെറുപ്പക്കാരൻ കുറച്ചു നേരം ചിന്തിച്ചിട്ട് പറഞ്ഞു, ഞാനില്ല, നിങ്ങൾ പോയിക്കോളൂ, നിങ്ങളെ കൂടെ ഞാൻ വരുന്നില്ല. നിർബന്ധിപ്പിച്ചവര് വിളിച്ചു, പക്ഷേ പറഞ്ഞു, ഇല്ല, ഞാൻ വരുന്നില്ല. ഞാനെങ്ങാനും വന്ന് നിങ്ങളോടൊപ്പം വേശ്യാവൃത്തിക്ക് കൂട്ടു നിന്നിട്ട് ഞാൻ ആ കൃത്യം നിർവഹിക്കേണ്ടി വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിൽ വെച്ച് സത്യം തുറന്നു പറഞ്ഞാൽ അവിവാഹിതനായ എന്നെ ആളുകൾക്ക് മുന്നിൽ വെച്ച് 100 അടി അടിക്കും. സ്വകാര്യമായ റൂമിൽ വെച്ചല്ല, ഒരു കൂട്ടം മുഅ്മിനീങ്ങൾ അതിന് സാക്ഷ്യം വഹിക്കണം. എന്നിട്ടൊരു 100 അടി എന്റെ ശരീരത്തിൽ അടിക്കണം. 1 കൊല്ലത്തേക്ക് എന്നെ നാട് കടത്തണം. അത് ഇസ്ലാം വിധിക്കുന്ന അള്ളാഹുവിന്റെ ശിക്ഷ അങ്ങനെയാണ്. അതേ സമയത്ത് ഞാൻ അങ്ങനെ ചെയ്തിട്ടും ഇല്ലെന്ന് പറഞ്ഞാലോ എന്റെ കരാറിന് ഞാൻ എതിര് പ്രവർത്തിച്ചവനായി. കളവ് പറയില്ല എന്നല്ലേ ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങളോടൊപ്പം ഞാൻ വരുന്നില്ല, നിങ്ങൾ പോയിക്കോളൂ. കൂട്ടുകാരെ മടക്കി വിട്ടുപോയി. സുബ്ഹാനല്ലാഹ്, കളവ് നടത്താൻ വേണ്ടി വന്ന കൂട്ടുകാരെ ആദ്യം മടക്കി വിട്ടു. വേശ്യാവൃത്തിക്ക് വേണ്ടി വന്ന കൂട്ടുകാരെ രണ്ടാമതും മടക്കി വിട്ടു. ഇങ്ങനെ അധാർമികതയുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിൽ നിന്നും ഒരു 10 ദിവസത്തിനുള്ളിൽ ഈ ചെറുപ്പക്കാരനങ്ങ് ക്ലിയർ ആയപ്പോ, ദുസ്വഭാവങ്ങൾ മുഴുവനും നീങ്ങിപ്പോയപ്പോ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സവിധത്തിലെത്തിയിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഏറ്റവും വലിയ ഉപദേശമാണല്ലോ തങ്ങൾ എനിക്ക് തന്നത്. ആ ഒരൊറ്റ ഉപദേശത്തിലൂടെ ഞാനങ്ങ് നന്നായി തീർന്നു. പിന്നെ എന്റെ ജീവിതത്തിൽ അധാർമികത ഒറ്റൊന്നുമില്ല. കള്ളവും പറയൂല എന്ന് തീരുമാനിച്ചതോടെ ഏറ്റവും വലിയ തലവനെ തങ്ങൾ പിടിച്ചു കെട്ടിയതിലൂടെ ഞാനങ്ങ് നന്നായി പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ശരിയാണ് സഹോദരാ, എല്ലാ വൃത്തികേടുകളുടെയും എല്ലാ അനാവശ്യങ്ങളുടെയും തലവനാണ് കള്ളം പറയുക എന്നത്. അതേ, ഇന്നൽ കദിബ യഹ്ദി ഇലൽ ഫുജൂരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ, കളവ് പറയുന്നത് അനാവശ്യങ്ങളിലേക്ക് പ്രേരിപ്പിക്കും. ഇന്നൽ കദിബ യഹ്ദി ഇലൽ ഫുജൂരി, കളവ് പറയുന്നത് അനാവശ്യങ്ങളിലേക്ക് നയിക്കും. വ ഇന്നൽ ഫുജൂറ യഹ്ദി ഇലന്നാർ, അനാവശ്യങ്ങളോ മനുഷ്യനെ നരകത്തിലേക്ക് കൊണ്ടെത്തിക്കും. അതുകൊണ്ടാണ് ആ അധാർമിക സ്വഭാവങ്ങളിൽ നിന്ന് കളവ് നീ പറയാതിരിക്കണം എന്നൊരു നിബന്ധനയോടെ ഒരൊറ്റ ഉപദേശത്തിലൂടെ ചെറുപ്പക്കാരനെ അങ്ങ് തിരിച്ചുവിട്ടപ്പോ എല്ലാ ദുസ്വഭാവങ്ങളും മാറിയിട്ട് സുബ്ഹാനല്ലാഹ് ആള് വളരെ നന്നായി തീർന്നു വന്നു. കളവ് ഒരിക്കലും പറയരുത്. ഏറ്റവും വലിയ സത്യവാനായി മാറണം. ഏത് വിഷയത്തിലും സത്യം പറയുന്ന ആളായി മാറണം. അറിയാത്തതിനെ സംബന്ധിച്ച് അറിയൂല എന്ന് പറയുന്നതാണ്, അല്ലാഹു വ റസൂലുഹു ആലം എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ സത്യം. അറിയാത്ത സംഗതിയെ സംബന്ധിച്ച് അല്ലാഹു വ റസൂലുഹു ആലം, എനിക്കറിയൂല എന്നല്ലേ ആ വാക്ക് വിളിച്ചോതുന്നത്. ആ പറയുന്നത് ഏറ്റവും വലിയ സത്യമാണ്. അറിയാത്ത ഒരു കാര്യവും അറിയുന്നത് പോലെ മെനഞ്ഞുണ്ടാക്കി പറഞ്ഞേക്കരുത്. അനുമാനിച്ചു പറയരുത്, ചിത്രീകരിച്ചു പറയരുത്, സാധ്യതകൾ വെച്ച് പറഞ്ഞേക്കരുത്. അറിയാത്തതാണോ അല്ലാഹു വ റസൂലുഹു ആലം. ചെറിയ ഒരു സന്ദേഹം വരുമ്പോഴേക്ക് ലോകത്തെ ഏറ്റവും വലിയ ഔലിയാക്കളായ മഹാന്മാരായ സ്വഹാബിമാര് ചെറിയ ഒരു സന്ദേഹം മനസ്സിൽ വരുമ്പോഴേക്ക് അവര് പറയുന്ന വാക്കാണത്, അല്ലാഹു വ റസൂലുഹു അഅലം.
അല്ല, മറ്റൊരുത്തരം അള്ളാഹുവിന്റെ ഹബീബിൽ നിന്ന് വരുമോ എന്ന് കരുതിയിട്ട് അപ്പോഴും അവർ പറയുന്നു അല്ലാഹു വറസൂലുഹു അഅലം. ഹജ്ജ് നിർവഹിച്ച് പരിശുദ്ധമായ അറഫയിൽ ഒരുമിച്ച് കൂടിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സ്വഹാബത്തിനോട് ചോദിച്ചു, ഏതാണിത് മാസം, ഏതാണിത് മാസം എന്ന് ചോദിച്ചപ്പോ സ്വഹാബത്തിന് അറിയൂലേ ദുൽഹിജ്ജ മാസാണ്. അവര് പറഞ്ഞ മറുപടി എന്താണ്? അല്ലാഹു റസൂലുഹു അഅലം. ഇതേതാ മാസം എന്ന് ചോദിച്ചാൽ ദുൽഹിജ്ജ മാസം എന്ന് പറയാൻ അറിയില്ലേ? പിന്നെന്തിനാ അല്ലാഹു റസൂലുഹു അഅലം എന്ന് പറഞ്ഞത്? സ്വഹാബത്ത് പറഞ്ഞു, വനന്ന അന്നഹു സയുസമ്മീഹി ബിഗൈരി ഇസ്മിഹി. ഞങ്ങൾ വിചാരിച്ചു പോയി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വേറെ ഏതെങ്കിലും പേര് പറയുമോ എന്ന് വിചാരിച്ചു. അങ്ങനെ ആകുമ്പോൾ പിന്നെ ഞങ്ങൾ പറഞ്ഞത് ശരിയാവില്ലല്ലോ. ഒരു പുതിയ പേര് തങ്ങൾ പറഞ്ഞാലോ ഞങ്ങൾ അതിനെതിര് പറഞ്ഞവരാകൂലേ? അപ്പൊ തങ്ങളൊരു പുതിയ പേര് പറയും എന്ന് ഞങ്ങളെ മനസ്സിൽ ധാരണ വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു അല്ലാഹു റസൂലുഹു അഅലം. അപ്പൊ തങ്ങൾ വീണ്ടും ചോദിച്ചു, അലൈസ ദുൽഹിജ്ജ, ഇത് ദുൽഹിജ്ജ മാസമല്ലേ? ഖാലൂ നഅം. അങ്ങനെ ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു, അതെ നബിയെ ദുൽഹിജ്ജ മാസം. ഇതേതാ ദിവസം എന്ന് ചോദിച്ചപ്പോഴും പറഞ്ഞിട്ടുണ്ട് അല്ലാഹു റസൂലുഹു അഅലം. ദിവസം ഏതാന്ന് അറിയാഞ്ഞിട്ടാ? അപ്പോഴും ഇത് തന്നെയാണ് അവരെ മനസ്സിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പുതിയ പേര് നിർവചിക്കുമോ എന്നവരെ മനസ്സിൽ വന്നപ്പോഴേക്ക് അവർ സൂക്ഷ്മത നോക്ക്. നിങ്ങൾ എത്ര വലിയ സൂക്ഷ്മശാലികളാണ് സ്വഹാബിമാർ. ഒരൊറ്റ വാക്കിൽ പോലും ആശങ്കക്ക് വകവരുത്തുന്ന ഒരു വർത്തമാനം അവരിൽ ഉണ്ടാകൂല. അതുകൊണ്ടാണ് ഖുർആൻ അവരെ പേരിട്ട് വിളിച്ചു പറഞ്ഞത് ഉലൈക ഹുമുസ് സ്വാദിഖൂൻ. പൂർണ്ണ സത്യവാന്മാരാണ് സ്വഹാബിമാർ. ഒരു ആശങ്കക്ക് വക നൽകുന്ന ഒരു വർത്തമാനം പോലും ഒരു വിഷയത്തിലും അവർ പറയില്ല. അത്രയും സൂക്ഷിച്ചേ അവർ കാര്യങ്ങൾ പറയൂ. അവർക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു കാര്യത്തെ സംബന്ധിച്ച് അതിന്റെ അറിവ്, അതിന്റെ അനുഭവം അനുഭവിച്ച ആള്, അവിടെ സന്നിഹിതരായ ആള് ഈ ഉത്തരം പറയുന്ന ആളല്ലെങ്കിൽ അപ്പറയുന്ന ആളോട് ചോദിക്കാൻ പറയും. നിങ്ങൾ അവിടെ പോയി ചോദിച്ചു നോക്കുക ആ സ്വഹാബിയോട്. ആ സ്വഹാബിയുടെ സാന്നിധ്യത്തിൽ വെച്ചാണ് ആ സംഭവം ഉണ്ടായത്. അപ്പൊ അതിന്റെ വിവരം ശരിക്ക് കിട്ടും. നാട്ടിൽ നിന്ന് എവിടുന്നെങ്കിലും ഒരു കാര്യം കേട്ടാൽ മതി, അതിന്റെ കൂടെ എത്രയാ ആളുകൾ കൂട്ടി പറയുന്നത്, എത്രയാണ് ചേർത്ത് എഴുതുന്നത്. അല്ല, ഈ സംഗതികളൊക്കെ നിങ്ങൾ എവിടുന്ന് കിട്ടി? അത് അവിടുന്നും കേട്ടു, മറ്റോടത്തൊന്നും കേട്ടു, അവിടുന്നും കേട്ടു. ആകെ കേട്ടതേ ഉള്ളൂ, സാക്ഷിയായതൊന്നുമില്ല. കേട്ടത് തന്നെ എത്രയാ എഴുതി കൂട്ടുന്നത്? സംഗതി കേട്ടാലും സംഭവത്തിന് സാക്ഷിയായ ആള് വേറെയാണെങ്കിൽ ചോദിച്ചവരോട് പറയും, നിങ്ങൾ ആ സ്വഹാബിയോട് ചോദിക്കണം, ആ വിഷയത്തിൽ നേരിട്ട് പങ്കുള്ളത് അദ്ദേഹത്തിനാണ്, എനിക്കല്ല. സഹോദരങ്ങളെ, അവരുടെ സൂക്ഷ്മതയാണത്. ഞാനിവിടെ പറഞ്ഞു വന്ന വിഷയം മറക്കരുത്. ഒരൊറ്റ ഉപദേശം കൊണ്ട് സുബ്ഹാനല്ലാഹ് ആ സ്വഹാബിയുടെ ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളും തിരുത്തി, മുഴുവൻ ഭാഗങ്ങളും ക്രമീകരിച്ചു. ജീവിതത്തിൽ നല്ല സ്വഭാവങ്ങൾ മാത്രമാക്കി ആ സ്വഹാബി അങ്ങോട്ട് പുതുക്കിയെടുത്തു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപദേശത്തിന്റെ ശൈലി അതായിരുന്നു. ഇരിക്കട്ടെ, പറഞ്ഞു വന്നത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും വല്ലദീന ഇദാ ദുക്കിറൂ ബിആയാതി റബ്ബിഹിം ലം യഖിറൂ അലൈഹാ സുമ്മൻ വഉമ്യാനാ. റബ്ബിന്റെ ആയത്തുകൾ ഓതിയിട്ട് ഉത്ബോധനം നടത്തപ്പെട്ടാൽ ബധിരന്മാരായും അന്ധന്മാരായും മൂകന്മാരായും അല്ല ആ ഉപദേശങ്ങൾ കേൾക്കുന്നത്. ശരിയായ മനസ്സുകൊണ്ട് കേട്ടുറപ്പിച്ച് ജീവിതത്തിൽ അങ്ങനെ നിർവഹിക്കണം, ജീവിതത്തിൽ അങ്ങനെ ഒരു മാറ്റം വരുത്തണം എന്ന നിശ്ചയദാർഢ്യത്തോടുകൂടെ തന്നെ ശരിയായ നിലക്ക് വാള് കേൾക്കുന്നവരും അത് ജീവിതത്തിൽ ഉൾക്കൊള്ളുന്നവരും സുബ്ഹാനല്ലാഹ് അവര് ചെറിയവരല്ലല്ലോ. അവർ അള്ളാഹുവിന്റെ അടിമകളായിട്ട് പറഞ്ഞ സ്വഭാവത്തിലല്ലേ അള്ളാഹു എണ്ണിയത്. ആ അടയാളങ്ങളൊക്കെ എണ്ണി പറഞ്ഞിട്ട് അവസാനം അള്ളാഹു പറഞ്ഞത്
അവര് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകളാണ് എന്നാണ്. മലക്കുകൾ അവരെ വരവേറ്റുകൊണ്ട് അഭിവാദ്യം അർപ്പിച്ച് കൊണ്ടുപോകുന്നവര് എന്നാണ് അള്ളാഹു പറഞ്ഞത്. അത്തരക്കാരുടെ അടയാളങ്ങളിൽ പെട്ടതാണ് വഅദ്. ജീവിതത്തിൽ പ്രതിഫലിക്കാനുള്ളതാണ്. ഉമ്മമാരെ ധാരാളം വഅദ് കേൾക്കാറില്ലേ? വഅദ് കൊണ്ട് ജീവിതത്തിൽ നല്ല മാറ്റമുണ്ടാകണം. വഅദ് കൊണ്ട് ജീവിതത്തിൽ നല്ല ഉപകാരമുണ്ടാകണം. വഅദ് കേൾക്കാൻ മടിയുള്ളവരാകരുത്. വഅദ് കേൾക്കുമ്പോ നിരസിക്കുന്നവരാകരുത്, തള്ളിക്കളയുന്നവരാകരുത്. മഹാന്മാരുടെ ഉപദേശങ്ങളോടാകണം നമ്മുടെ മനസ്സിൽ കൂടുതൽ താല്പര്യം. അതേ സമയത്ത് അനാവശ്യങ്ങളോട് താല്പര്യം കൂടുതലായി ഉണ്ടായി വരുന്നത് കാണുന്നു. എങ്ങനെ ഉസ്താദേ ഇത് മനസ്സിലാകുന്നത്? ചെറിയവരും വലിയവരുമൊക്കെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഒഴിവ് കിട്ടുന്ന നേരത്ത് അല്ലെങ്കിൽ ഒരു സമയം കണക്കാക്കിക്കൊണ്ട് മണിക്കൂർ കണക്കിന് അനാവശ്യങ്ങൾ കേൾക്കുന്നതിന് വലിയ താല്പര്യം. അനാവശ്യം കേൾക്കുമ്പോ തീരെ താല്പര്യം ഇല്ലാത്തവരായി മാറുന്നവരാണ് മുഅ്മിനീങ്ങൾ. വഇദാ സമിഉൽ ലഗ്വ അറളു അൻഹു. അനാവശ്യം വല്ലതും കേട്ടാൽ ചെവി കൊടുക്കാതെ തിരിഞ്ഞു കളയുന്നു. വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. വിശ്വാസികളുടെ അടയാളം എണ്ണിപ്പറഞ്ഞിടത്ത് അല്ലാഹു പറഞ്ഞില്ലേ? വിജയിക്കുന്നവരുടെ ലക്ഷണങ്ങൾ എണ്ണിപ്പറഞ്ഞിടത്ത് അല്ലാഹു പറഞ്ഞില്ലേ? വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. അനാവശ്യങ്ങൾ കേൾക്കുന്നതിൽ നിന്ന് മാറിക്കളയുന്നവരാണ്. അനാവശ്യങ്ങൾ കേൾക്കുന്നവരിൽ നിന്ന് മാറിക്കളയുന്നവരാണ്. അത് കേൾക്കാൻ തന്നെ ഒരു നിലക്കും അവരെ മനസ്സിന് സമ്മതമില്ല, സമയം കളയില്ല. മുമ്പൊക്കെ സഹോദരങ്ങളെ, അനാവശ്യങ്ങളോട് താല്പര്യമുള്ളവർ അത് കേൾക്കുന്ന സ്ഥലത്തേക്ക് പ്രത്യേകം ഇഹ്റാം ചെയ്തു പോകേണ്ടിയിരുന്നു. ഇപ്പോഴോ ഇപ്പൊ നമ്മുടെ കയ്യിലൊക്കെ ഉപകരണങ്ങൾ അല്ലാഹു തന്നൊരു പരീക്ഷണത്തിന്. നമ്മളെ പരീക്ഷിക്കാൻ അല്ലാഹു ഉപകരണങ്ങൾ തന്നു. ഏതാണ് സെലക്ട് ചെയ്യുന്നത് എന്ന് അല്ലാഹു ഒന്ന് പരീക്ഷിക്കാണ്. ബുദ്ധി അല്ലാഹു തന്നിട്ടുണ്ടല്ലോ. വനബുലൂക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്നാ. നിങ്ങളെ നമ്മൾ പരിശോധിക്കും, തിന്മ കൊണ്ട് പരിശോധിക്കും. തിന്മക്ക് അവസരങ്ങൾ തന്നിട്ടത് സെലക്ട് ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കും. വൽ ഖൈരി, നന്മ കൊണ്ടും പരിശോധിക്കും. രണ്ട് മുഖങ്ങളും ഉണ്ട് സഹോദരങ്ങളെ മുന്നിൽ. ഏതാണ് തെരഞ്ഞെടുക്കേണ്ടത്, ഏതാണ് സെലക്ട് ചെയ്യേണ്ടത്? അതിനുള്ള ബുദ്ധിയും വിവേകവും അല്ലാഹു തന്നിട്ടുണ്ട്. ആണിനും പെണ്ണിനും തന്നിട്ടുണ്ട്. അല്ലാഹു തന്ന ബുദ്ധി കൊണ്ട് നന്മ തെരഞ്ഞെടുക്കുന്നുണ്ടോ? കേൾക്കൽ ഹലാലായതും കേൾക്കൽ സുന്നത്തായതും കേട്ടാൽ ദുനിയാവിലും ആഖിറത്തിലും ഉപകാരമുള്ളതും അതാണോ കേൾക്കുന്നത്? എന്നാൽ കേൾവി കൊണ്ട് വിജയിച്ചു പോയി. കേൾക്കുന്നത് കൊണ്ട് നിന്റെ ശരീരത്തിന്റെ എന്തോ സുഖം നിനക്ക് നേടിയെടുക്കാനുണ്ട്. നിന്റെ വികാര വിചാരങ്ങളെ ത്രസിപ്പിക്കാനുണ്ട്. ആഖിറമാണെങ്കിലോ നിന്നെ പാടെ മറപ്പിച്ചു കളയും. ഒറ്റക്കുള്ള ജീവിതമോ മറപ്പിച്ചു കളയും. മരണത്തെയും ഓർമ്മയില്ലാതെയാക്കി കളയും. ആർഭാട ജീവിതത്തിൽ കൂടുതൽ ആഗ്രഹം തരും. ആനന്ദം വാരിക്കൂട്ടാൻ നിനക്ക് താല്പര്യങ്ങൾ വർദ്ധിക്കും. അനാവശ്യങ്ങളോട് കൂടുതൽ പ്രേരണ തരും. അനാവശ്യ സമ്പർക്കങ്ങളോട് മോഡലുകൾ വർദ്ധിപ്പിച്ചു തരും. അത്തരത്തിലുള്ളതാണോ കേൾക്കുന്നത്? പരാജയപ്പെട്ടുപോയി. സുബ്ഹാനല്ലാഹ്. നല്ലത് കേൾക്കണം, നല്ലതാണ് കേൾക്കേണ്ടത്. അനാവശ്യങ്ങൾ കേൾക്കരുത്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരോട് പറയട്ടെ, ചെറുപ്പക്കാരോട് പറയട്ടെ, മ്യൂസിക് കേൾക്കുന്നത് ഹറാമാണ്. ഞാൻ എന്റെ വകയിൽ മസ്അല പറഞ്ഞു, വിഷയം പറഞ്ഞു എന്ന് നിങ്ങൾ പറയണ്ട. ഹാഫിദ് ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബിൽ സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട്. പാട്ട് കേൾക്കുന്നതിന്റെ ഹുക്കുമ് പറഞ്ഞപ്പോ അതേ നന്മയിൽ പ്രേരിപ്പിക്കുന്ന അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വങ്ങൾ വർണ്ണിക്കുന്ന
പരിശുദ്ധമായ കഅബയുടെയും പരിശുദ്ധമായ റൗളയുടെയും മഹത്വങ്ങൾ വർണ്ണിക്കുന്ന, പുണ്യമക്കയുടെയും പുണ്യമദീനയുടെയും മഹത്വങ്ങൾ പറയുന്ന, വിശുദ്ധ ഖുർആനിന്റെ മഹത്വങ്ങൾ പറയുന്ന, മഹാന്മാരായ അംബിയ ഔലിയാക്കളെ പറ്റി വിശദീകരിക്കുന്ന, നന്മയിലേക്ക് പ്രേരിപ്പിക്കുന്ന ഗാനങ്ങൾ കേൾക്കുന്നതിന് വിരോധമില്ലെന്ന് മാത്രമല്ല, പാടുന്നതും കേൾക്കുന്നതും സുന്നത്താണ്. പക്ഷേ എവിടെ നിബന്ധന വെച്ചിട്ടുണ്ട്? എന്താ നിബന്ധന എന്നറിയുമോ? പെണ്ണ് പാടുന്ന പാട്ടാകരുത്. പെണ്ണിന്റെ ശബ്ദത്തോട് സാമ്യമുള്ള, പെണ്ണിലേക്ക് ആകർഷണീയത വരുന്ന രൂപത്തിലുള്ള സാമ്യതയുള്ള ശബ്ദത്തിന്റെ ഉടമയും പാടുന്നതാകരുത്. കൊട്ടും കൊരവയും നിറഞ്ഞതാകരുത്. കൂടെ ഒരു മുട്ടാനോ മറ്റോ ഒരു കാര്യം വേണമെങ്കിൽ ദഫാണ് അനുവദിച്ചിരിക്കുന്നത്. അല്ലാത്ത ഉപകരണങ്ങളോടൊപ്പമുള്ള പാട്ടുകൾ അത് കേട്ടുകൂടാ, പാടിക്കൂടാ. സുബ്ഹാന മൻ ജല്ല ജലാലുഹു. ഏതൊരു ചെറിയ ആളൊരു വാഹനം ഓട്ടിപ്പോകുമ്പോഴും ആ വാഹനത്തിൽ എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാല്, ആ വാഹനം അതാ എവിടെയെങ്കിലും പോയി കൂട്ടിമുട്ടിയാല് വന്നു നോക്കുന്ന ആളുകൾ തന്നെ കാതുപൊത്തിപ്പോവുകയാണ്. അത്രയും മ്യൂസിക്കിന്റെ അകമ്പടിയുള്ള ഗാനങ്ങളല്ലേ അതിൽ നിന്ന് മുഴങ്ങുന്നത്. മുടങ്ങിക്കൂടാ. ഒരു മുസ്ലിം കിടന്നുറങ്ങുന്ന റൂമില് മഹാന്മാരുടെ മദ്ഹുകളും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സിഫത്തുകളും വർണ്ണനകളും ഒക്കെ ദഫിന്റെ അകമ്പടിയോടെ കേൾക്കുന്നതിന് പകരം എന്താണ് അവിടെ കേൾക്കുന്നത്? ചീഞ്ഞു നാറുന്ന അനാവശ്യങ്ങൾ നിറഞ്ഞ, അതേ അനാവശ്യ സംസ്കാരങ്ങൾ തുളുമ്പുന്ന, കാമുകി കാമുകന്മാരുടെ കാമകേളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിതരണം ചെയ്യുന്ന അനാവശ്യ ശബ്ദസാഗരങ്ങളല്ലേ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. നഊദു ബില്ലാഹ്. ഉമ്മമാരെ, അത് സത്യത്തിൽ നന്മയിലേക്ക് പ്രേരിപ്പിക്കുന്ന ശബ്ദമാണോ? അല്ല. സംഗീതവും വീണയും അതുപോലെ മ്യൂസിക്കുമൊക്കെ ആരുടെ ശബ്ദമാണ് എന്നാണ് അല്ലാഹു ഖുർആനിൽ പറഞ്ഞത്? അത് ഇബ്ലീസിന്റെ ശബ്ദമാണ്. വസ്തഫ്സിസ് മൻ ഇസ്തതഅത മിൻഹും ബിസൗതിക വഅജ്ലിബ് അലൈഹിം ബിഖൈലിക വറജ്ലിക വശാരികുഹും ഫിൽ അംവാലി വൽ ഔലാദി വഇദുഹും. പിശാചിന് അല്ലാഹു കൊടുത്ത കഴിവാണ് വസ്തഫ്സിസ് മൻ ഇസ്തതഅത മിൻഹും ബിസൗതിക. ഇബ്ലീസേ, നിന്റെ ശബ്ദം കൊണ്ട് സ്വാധീനിക്കാൻ കഴിയുന്ന ആളുകളെ, അടിമകളിൽ നിന്ന് മനുഷ്യരിൽ നിന്ന് നീ സ്വാധീനിച്ചോ. നല്ല വഴിയിൽ നിന്ന് അനാവശ്യ വഴിയിലേക്ക് നീ അവരെ പുറപ്പെടിച്ചോ. വസ്തഫ്സിസ് മൻ ഇസ്തതഅത മിൻഹും ബിസൗതിക. നിന്റെ ശബ്ദം കൊണ്ട് എന്ന് പറഞ്ഞില്ലേ? ഏതാണ് ഇബ്ലീസിന്റെ ശബ്ദം? ഞാൻ എന്റെ വക പറയുന്നില്ല. ഇക്രിമ റളിയല്ലാഹു അൻഹു തഫ്സീർ പറയട്ടെ, മുജാഹിദ് റളിയല്ലാഹു അൻഹു തഫ്സീർ പറയട്ടെ. അൽ ഗനാഉ വൽ മസാമീർ. സംഗീതവും മ്യൂസിക്കും വീണവിളിയും അതുപോലെയുള്ള ശബ്ദകോശങ്ങളുമാണ്. ചെറുപ്പക്കാരാ, ഇബ്ലീസിന്റെ വലയിലാ നീ കുടുങ്ങിയിരിക്കുന്നത്. പ്രിയപ്പെട്ട പെങ്ങളെ, നിന്റെ പ്രൈവറ്റ് റൂമിൽ മുഴങ്ങുന്നത് ദിക്റോ തഹ്ലീലോ തസ്ബീഹോ നല്ല നല്ല മദ്ഹിന്റെ ഗീതങ്ങളോ അല്ല, ഇബ്ലീസിന്റെ സൗണ്ടാണ് മോളെ. മാറിയേക്കണം, ചിന്തിച്ചേക്കണം. അത്തരത്തിലുള്ള ശബ്ദ സൗന്ദര്യങ്ങൾക്കല്ല നമ്മുടെ കാതുകൂർപ്പിച്ച് നമ്മൾ കേൾക്കേണ്ടത്. വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. അനാവശ്യ ശബ്ദകോശങ്ങളിൽ നിന്ന്, അനാവശ്യ സംസാരങ്ങളിൽ നിന്ന്, അനാവശ്യ ചെയ്തികളിൽ നിന്ന്, അനാവശ്യ ദർശനങ്ങളിൽ നിന്ന് മുഅ്രിദൂൻ, പാടെ മാറി നിൽക്കുന്നവരാണ്. മൊബൈൽ ഓണാക്കി കാണാൻ പറ്റാത്തൊരു രൂപം വരുന്നു, നീ അത് മാറ്റിയേക്കണം. നീ അത് കാണേണ്ടവനല്ല. അതിന് നിന്റെ കൈകൊണ്ട് ബട്ടണമർത്തേണ്ടവനല്ല.
അള്ളാഹു നിന്റെ പരീക്ഷണത്തിന് വേണ്ടി നിന്റെ മുന്നിൽ തരുന്നു. കാണാ നല്ല ചൊങ്കും ചൊറുക്കുമുള്ള ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും പ്രത്യേകിച്ച് പ്രത്യേക രൂപഭാവങ്ങളെ കൊണ്ട് ഭംഗി കൂട്ടിയിട്ട് അവതരിപ്പിക്കുന്ന രീതിയിലുള്ള തരുണീമണികൾ മുന്നിൽ വന്നാലും സഹോദരാ വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, ആ അനാവശ്യത്തിൽ നിന്ന് മാറിക്കളയുന്നവനാണ് മുഅ്മിൻ, പുന്തിരിഞ്ഞു നിൽക്കുന്നവനാണ് മുഅ്മിൻ. അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു രൂപഭാവം കാണുമ്പോ നോക്കി നിൽക്കുന്നവനല്ല, അത്തരത്തിലുള്ള നൃത്തങ്ങൾ കണ്ടു നിൽക്കുന്നവനല്ല, അത്തരത്തിലുള്ള ശബ്ദ സൗന്ദര്യങ്ങൾക്ക് യെസ് മൂളുന്നവനല്ല, അതിനു വേണ്ടി സമയം കളയുന്നവനല്ല. കാണാൻ പറ്റാത്ത ഒരു സംഗതി കണ്ടു നിൽക്കാൻ വേണ്ടിയുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ളയിടത്ത് ഈമാൻ ഉറപ്പുള്ള ആൾ എന്ത് ചെയ്യണമെന്നറിയോ? ഒരു സെക്കൻഡ് പോലും അവിടെ നിൽക്കാൻ പാടില്ല. ഒരു സെക്കൻഡ് പോലും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന് കിട്ടിയ ബഹുമാനം കിട്ടും. എന്നാലും ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന് ഒരു ഭാഗത്തൂടെ ഇങ്ങനെ പോകുമ്പോ ചെറുപ്പക്കാരന് നല്ല കളി കളിക്കണി, അവർത്തൊക്കെ വെളിവാക്കിയുള്ള നല്ല കളി. അവർക്ക് വെളിവാക്കിയാലും വെളിവാക്കിയില്ലെങ്കിലും എല്ലാ കളിയും അത്ര സന്തോഷമുള്ള കളിയൊന്നുമല്ല. നിങ്ങളതിനെന്ത് ഒരു കുട്ടിയിലും വേണ്ടില്ല. അങ്ങനെ കളി കളിച്ചുകൊണ്ടിരിക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും തകർപ്പം കളി കളിക്കല്ലേ. മഹാനവർകൾ ഒരു സെക്കൻഡ് പോലും അവിടെ നിൽക്കാതെ വാഹനം സ്പീഡിൽ ഓടിച്ചു വിട്ടു. പിറ്റേ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന്റെ റിസൾട്ട് പറഞ്ഞു. എന്താ തങ്ങൾ പറഞ്ഞത്? ഇൻ അസ്ബഹ ഇബ്നു മസ്ഊദിൻ ലകരീമാ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നല്ല മഹത്തുള്ള ആളായി തീർന്നു. കണ്ടാ അവിടെ അങ്ങനെ നോക്കി നിന്നിട്ട് എങ്ങനെയുണ്ട്, കുറച്ചേരം ഒരു 5 മിനിറ്റ് കാണുക, ഒരു 10 മിനിറ്റ് കാണുക, അങ്ങനെ മുത്തുമുമിനിങ്ങളായ ആൾക്കാർ പറയുന്ന വർത്താനം അങ്ങനെ ഒരു 10 മിനിറ്റ് കാണാം. ഒന്ന് ടൈം പാസിന്, വേറെ ഒന്നുമില്ല ടൈം പാസിന്, ഒരു ഹരം കിട്ടാനുള്ള പരിപാടി ഇതാ. ഒരു മനസ്സിന് ഒരു നശാത്ത് കിട്ടാൻ എല്ലാ പണി ഇതാ. അല്ലല്ല, ഇതല്ല അതിനുള്ള പണി. ഉസ്താദെ, ഒരു മത്സരവും പറ്റാത്തൊരു മതാണോ ഈ മതം? അല്ല, പറ്റുന്ന മത്സരങ്ങൾ ധാരാളമുണ്ട്. കണ്ടില്ലേ നിങ്ങൾ സ്വഹീഹുൽ ബുഖാരിയിൽ അമ്പിയാക്കളെ പറ്റി വിവരിക്കുന്ന ഒരു അധ്യായം കാണാം, ഒരു കിതാബ്. അതിൽ കാണാം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്. തങ്ങൾ ഒരു ഭാഗത്തൂടെ ഒരു തോട്ടത്തിന്റെ അടുത്തൂടെ ഇങ്ങനെ പോയപ്പോ കുറെ ആളുകൾ വരിയായി നിന്നിട്ട് അവരപ്പുറത്ത് ഒരു മരത്തില്, ആ മരത്തിന് ഉന്നം വെച്ചുകൊണ്ട് ഇങ്ങനെ അമ്പെയ്ത്ത് മത്സരം നടത്തുന്നുണ്ട്. അതാ ഒരു മത്സരമാണ് അമ്പെയ്ത്ത് മത്സരം. അമ്പെയ്ത്ത് മത്സരം നടത്തുന്ന ഈ സ്വഹാബിമാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടപ്പോ അവർ അമ്പ് താഴോട്ട് ഇങ്ങനെ പിടിച്ചു നിന്നു. അപ്പൊ തങ്ങൾ പറഞ്ഞു, ഇർമു, അമ്പെയ്തുകൂടി, അമ്പെയ്ത് മത്സരം നടത്തൂടി. ഫഇന്ന അബാകും കാന റാമിയാ, നിങ്ങളുടെ പിതാവ് ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം നല്ല അമ്പെയ്ത്തറിയുന്ന ആളായിരുന്നു. അമ്പെയ്ത്ത് മത്സരം നടത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പ്രേരണ കൊടുത്തു. നല്ല മത്സരമാണിത്. നല്ല മത്സരങ്ങളൊക്കെ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ആത്മീയമായിട്ടോ ശാരീരികമായിട്ടോ സാമ്പത്തികമായിട്ടോ സാംസ്കാരികമായിട്ടോ ഏതെങ്കിലും ഒന്നിന് അധാർമിക സ്വഭാവം വന്നു ചേരുന്ന ഒരൊറ്റ മത്സരവും വിശുദ്ധ ദീൻ അംഗീകരിച്ചിട്ടില്ല. ഒന്നിനും സമ്മതം കൊടുത്തിട്ടില്ല. അതെത്ര ചെറിയ എത്ര ഊക്കുള്ളതാണെങ്കിലും ശരി, എത്ര കേളി കേട്ടതാണെങ്കിലും ശരി, എത്ര ആളുകളുടെ പിന്തുണയുള്ളതാണെങ്കിലും ശരി. വെറുതെ എന്തിനാ സമയം പോക്കുന്നു? ആ സമയത്തെ പറ്റിയില്ലേ ചോദ്യം? ചെറുപ്പക്കാരുടെ നല്ല കളിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നോക്കി നിൽക്കാതെ വാഹനം ഓടിച്ച് സ്പീഡിൽ പോയത്. അതേ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തന്നെ കൂഫയിൽ മഹാനവറുകൾ ഒരു സ്ഥലത്തുകൂടെ വാഹനം പുറത്തു പോകുമ്പോ കൂഫയിലെ 1-ാം നമ്പർ പാട്ടുകാരനുണ്ട്, സാദാൻ എന്നാണ് ആ പാട്ടുകാരന്റെ പേര്. സാദാൻ ഒരു പ്രദേശത്ത് പാടാൻ വരുന്നു എന്ന് പറഞ്ഞാൽ 10,000-കണക്കിന് ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ച് കൂടും. അത്രയും നല്ല ശ്രവണ സുന്ദരമായ ശബ്ദത്തിന്റെ ഉടമയാണ് സാദാൻ എന്ന ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ ഒരു വീട്ടിന്റെ ഉള്ളില്
മദ്യപാനികളായ കുറെ ആളുകൾ ചുറ്റും കൂടി ഇരുന്ന് ആ മദ്യപാനികൾക്ക് കുറച്ചുകൂടി ആവേശം മൂക്കുന്നതിന് വേണ്ടി അപ്പുറത്ത് കുറെ ആളുകൾ ചെണ്ടമുട്ടുന്നു, ഇപ്പുറത്ത് കുറെ ആളുകൾ വീണ മുഴക്കുന്നു. ആ ചെണ്ടക്കും വീണക്കും അകമ്പടിയായി സാധാരണങ്ങനെ പാട്ടുപാടിയിട്ട് മദ്യപാനികളെ ആസ്വദിപ്പിക്കുന്നു. ഈ ഒരു രംഗം പുറത്തുനിന്ന് നോക്കിക്കണ്ടപ്പോ, വീട്ടിന്റെ ഉൾഭാഗത്താണ് ഇത് നടക്കുന്നത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വാഹനം നിർത്തിയിട്ട് കുറച്ചു നേരം ഇങ്ങനെ നോക്കിയിട്ട് പുറത്തു കൂടിയ ആളുകളോട് പറഞ്ഞു, മാ അഹ്സന ഹാദാ സൗത്ത് ലൗ കാന ബിഖിറാഅത്തി കിതാബില്ലാഹി കാന അഹ്സനാ എന്നൊരു വർത്തമാനം പറഞ്ഞ് മഹാനവറുകൾ വാഹനം മുന്നോട്ടെടുത്തു പോയി. അപ്പൊ സാധാരണ ചെറുപ്പക്കാരൻ പുറത്തേക്ക് നോക്കിയിട്ട് ആരോ ഒരു കാര്യപ്പെട്ട ആൾ കുറച്ചു നേരം നോക്കിയല്ലോ, ഇങ്ങോട്ട് ഉള്ളിലേക്ക് നോക്കിയല്ലോ. ഉള്ളിൽ ആരാ ഉള്ളത്? ഉള്ളില് മദ്യപാനികള് കുടിച്ചിട്ട് ഇങ്ങനെ പിരിമുറുക്കത്തിൽ നിൽക്കാണ്. മുറുക്കുള്ള ആളുകൾക്ക് ഒന്നുകൂടി മുറുക്കം കൊടുക്കാനാണ് അപ്പുറത്ത് കുറെ ആൾ മുട്ടുന്നു, ഇപ്പുറത്ത് കുറെ ആൾക്കാർ വീണ മുഴക്കുന്നു. രണ്ടിനും കൂടി ഒരു ത്രില്ല് കിട്ടാൻ വേണ്ടിയിട്ട് സാധാന്റെ പാട്ടും. അപ്പൊ പിന്നെ എല്ലാരും ഇങ്ങനെ അതിലിങ്ങനെ കടന്ന് ആസ്വദിക്കല്ലേ. ഈ ആസ്വാദന, ഈ ശബ്ദം കേട്ടിട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ അഹ്സന ഹാദാ സൗത്ത് ലൗ കാന ബിഖിറാഅത്തി കിതാബില്ലാഹി കാന അഹ്സൻ. ഇത് പറഞ്ഞിട്ട് മഹാനവറുകൾ പോയി. അപ്പൊ സാധാരണ തോന്നി എന്തോ ഒന്ന് പറഞ്ഞിട്ടുണ്ട്. പുറത്തിറങ്ങി, പാട്ട് നിർത്തി പുറത്തിറങ്ങിയിട്ട് പുറത്തുള്ളവരോട് ചോദിച്ചു, ആരാ അവിടെ നോക്കി നിന്ന് വാഹനപ്പുറത്ത് കുറച്ചു നേരം. അവര് പറഞ്ഞു, നോക്കി നിന്ന ആള് ആരാന്നറിയില്ലേ? ഖാദിമു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖാദിമാണ്. വസ്വാഹിബുന അലൈഹി വസ്വാഹിബുസ് സിവാകി വൽ വിസാദാ. ഏതെങ്കിലും തോട്ടത്തിലേക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയറുമ്പോ ചെരുപ്പ് കയ്യിൽ പിടിച്ചുകൊണ്ട് വരുന്നത് വരെ അത് ഇട്ടുകൊടുക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന സ്വഹാബി, സ്വാഹിബുൻ നഅലൈൻ എന്ന പേരിൽ ചിലപ്പോൾ സ്വഹാബിമാർ അവിടുത്തെ വിളിക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അറാക്ക് കയ്യിൽ പിടിച്ചുകൊണ്ട് പിന്നാലെ നടക്കാറുണ്ട്. ഏതെങ്കിലും സ്ഥലത്ത് തങ്ങൾ ഇരിക്കാൻ നോക്കുമ്പോ ചാരി ഇരിക്കാനും വേണ്ടി ഒരു തലയിണ വെച്ച് കൊടുക്കാറുണ്ട്. ആ തലയിണയും കയ്യിൽ പിടിച്ച് നടക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഹിബുസ് സിവാക്കി വൽ വിസാദ എന്ന പേരിലും അറിയപ്പെടാറുണ്ട്. എന്തെങ്കിലും പറഞ്ഞോ എന്ന് സാധാരണ ചോദിച്ചു. പുറത്തുള്ള ആൾക്കാർ പറഞ്ഞു, ഇബ്നു മസ്ഊദ് തങ്ങൾ ഒരു ഉപദേശമാണ് പറഞ്ഞത്. മാ അഹ്സന ഹാദാ സൗത്ത്, എന്തൊരു നല്ല ശബ്ദമാണ് ആ മുഴങ്ങുന്നത്. ലൗ കാന ബിഖിറാഅത്തി കിതാബില്ലാഹി കാന അഹ്സനാ. മദ്യപാനികളെ പാട്ടുപാടിച്ചിട്ട് അവർക്ക് ആനന്ദം കൊടുക്കുന്നതിന് പകരം അള്ളാഹുവിന്റെ കിതാബ് കൊണ്ട് ഓതുകയാണെങ്കിൽ ഈ ശബ്ദത്തിനെന്തൊരു ഭംഗിയുണ്ടാകും, എന്തൊരു സൗന്ദര്യമുണ്ടാകും. ആ പാട്ട് പാടുന്നതിന് പകരം അവിടെ ഖുർആനോത്താണ് നടക്കുന്നതെങ്കിൽ, അതും ഈ സുന്ദരമായ ശബ്ദം കൊണ്ടാണ് ശബ്ദം കൊടുക്കുന്നതെങ്കിൽ കാന അഹ്സനാ, ആ ശബ്ദം നല്ല മെച്ചപ്പെട്ട ശബ്ദമാകും. അള്ളാഹുവിന്റെ അടുക്കൽ നല്ല ഭംഗിയുള്ള ശബ്ദമാകും. ദുനിയാവിലും ആഖിറത്തിലും അതിന് നല്ല സൗന്ദര്യം കിട്ടും. കേട്ടിട്ടില്ലേ മുഅ്മിനീങ്ങളെ, ലക്ഷക്കണക്കിന് ആളുകൾ ലോകത്ത് കേൾക്കുന്ന ഓത്തല്ലേ ഹറമിലെ ഇമാമിന്റെ ഓത്ത്. എത്ര ആളുകളാണത് കേട്ടിട്ട് കരയുന്നത്, എത്ര ആളുകളാണത് കേട്ടിട്ട് സമയം ചെലവഴിക്കുന്നത്, എത്ര ആളുകളാണത് കേട്ടിട്ട് ഓത്ത് പഠിക്കുന്നത്, എത്ര ആളുകളാണ് ശൈലി പഠിക്കുന്നത്. ആ ഇമാമ് ആഖിറത്തിൽ വരുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ അതേ ഓത്ത് കേട്ടിട്ട് സൗന്ദര്യം കൊണ്ടെങ്കിൽ ആ ശബ്ദം വെറുതെയാകുമോ? ആ ശബ്ദ സൗന്ദര്യത്തിന് സ്ഥാനം കുറയുമോ?
റമളാൻ 27 ഹറമിലേക്ക് ഒന്ന് പോയി നോക്കൂ. ലക്ഷോപിലക്ഷം ആളുകൾ സഫ് സഫായി നിന്ന് ആ ഇമാമുൽ ഹറമൈനിന്റെ ഓത്ത് കേട്ടിട്ട് സുബ്ഹാനല്ലാഹ് 2 മണിക്കൂറിലധികം നീളുന്ന തറാവീഹില് സമയം പോയതറിഞ്ഞില്ല. നേരം വൈകുന്ന പ്രശ്നമേ ഇല്ല. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആന് സുന്ദരമായ ശബ്ദം കൊണ്ടങ്ങ് ഈണം നൽകിയപ്പോ എന്തൊരു മഹത്വമാണതിന്. അത് വർണ്ണിച്ച് തീർക്കാനൊക്കുമോ? ഏറ്റവും നല്ല ഭംഗിയല്ലേ, ഏറ്റവും നല്ല സൗന്ദര്യമല്ലേ ഖുർആൻ. നല്ല ശബ്ദത്തിൽ ഒരാൾ ഓതുമ്പോ, നല്ല ഈണത്തിൽ വീട്ടിൽ വെച്ചൊരു ആണോ പെണ്ണോ ഖുർആൻ ഓതുകയാണ്. പെണ്ണ് പെണ്ണിൻ്റെതായ രൂപത്തിലൊന്ന് പതുക്കെയും ആണ് കുറച്ച് ഉറക്കയും നല്ല ശബ്ദത്തിൽ ഓതുന്നു, നല്ല ഈണത്തിൽ ഓതുന്നു. ആ ഖുർആൻ കേൾക്കാൻ ഒരു മലക്കല്ല കേട്ടോ വരുന്നത്, 100 മലക്കല്ല കേട്ടോ വരുന്നത്. സമാഉദ്ദുന്യയിലെ മലക്കുകൾ മുഴുവനും സുന്ദരമായി ഖുർആൻ ഓതുന്നവന്റെ വീട്ടിന്റെ മട്ടുപ്പാവില് വരി വരിയായി എത്തിപ്പോയി. അതുകൊണ്ടല്ലേ ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹുവിന്റെ അൽ ബഖറ കേൾക്കാൻ, മറ്റൊരു റിവായത്തിൽ അൽ കഹ്ഫ് കേൾക്കാൻ മേലോട്ട് നോക്കുമ്പോ കുറെ വിളക്ക് കത്തിച്ചു വെച്ചത് ഞാൻ കണ്ടു നബിയേ. ആകാശ ലോകത്തേക്ക് എന്റെ വീട്ടിന്റെ മേൽഭാഗത്ത് ഒരുപാട് വിളക്കുകൾ കത്തിച്ചു വെച്ചത് കണ്ടു എന്ന് പറഞ്ഞപ്പോ തിൽക്കൽ മലായിക, ഉസൈദേ അത് മലക്കുകളാണ്. ധനത്തില് സൗത്തിക്ക, നിന്റെ ശബ്ദം കേട്ട് തായോട്ടി ഇറങ്ങി വന്നതാണ്. നേരം വെളുക്കും വരെ നിങ്ങൾ ഓതിയിരുന്നെങ്കിൽ മലക്കുകൾ ഒറ്റൊന്നും ഉയർന്നു പോകാതെ അവിടെ തന്നെ ജനങ്ങൾക്കത് കാണാമായിരുന്നു. നിങ്ങൾ ഓത്ത് നിർത്തിയപ്പോ അതുവരെ കേൾക്കാൻ വേണ്ടി ഒരു സൊഫ് സൊഫായി നിന്നിട്ട് പിന്നെ മേലോട്ടങ്ങ് ഉയർന്നു പോയി. സുബ്ഹാനല്ലാഹ്. നല്ല ശബ്ദത്തിലും രാഗത്തിലും ഈണത്തിലും ഓതേണ്ടതല്ലേ ഖുർആൻ. നല്ല രാഗത്തിലും ഈണത്തിലും അത് ഓതണം. സാധാരണ വായന വായിച്ചാൽ പോരാ, മലയാളം വായിക്കും പോലെ അറബി വാക്കുകൾ വായിക്കും പോലെ വായിച്ചാൽ പോരാ, ഖുർആനോത്തിന് ഈണം വേണം. അതുകൊണ്ടല്ലേ തങ്ങൾ മല്ലം യതഗന്ന ബിൽ ഖുർആനി ഫലൈസ മിന്നാ, രാഗത്തിൽ ഖുർആൻ ഓതാത്തവൻ, ഈണത്തിൽ ഖുർആൻ ഓതാത്തവൻ നമ്മിൽപ്പെട്ടവനല്ല എന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചില്ലേ. നല്ല രാഗത്തിലും ഈണത്തിലും ഓതേണ്ടതാണ് അല്ലാഹുവിന്റെ ഖുർആൻ. സയ്യിനുൽ ഖുർആന ബി അസ്വാതികും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളെ ശബ്ദം കൊണ്ട് നിങ്ങൾ ഖുർആനിന് അലങ്കാരം നൽകണം. സയ്യിനുൽ ഖുർആന ബി അസ്വാതികും, നല്ല ഈണത്തിൽ ഓതണം, നല്ല ശബ്ദത്തിൽ ഓതണം. അത് വീടുകളിലൊക്കെ ഓതുമ്പോ ഒരു കുട്ടിയെന്നെ അങ്ങനെ നല്ല ഈണത്തിൽ ഓതിയാൽ ആ വീടിന് മൊത്തം റഹ്മത്തും ബറക്കത്തിന്റെയും കണക്ക് പറയാൻ കഴിയൂല. ആ വീട്ടിലുള്ളവർക്ക് എത്രയാണ് ശിഫ അല്ലാഹു നൽകുന്നത് എന്ന് പറയാൻ കഴിയൂല. ആ വീട്ടിലെ കച്ചവടക്കാര്, ആ വീട്ടിലെ തൊഴിലാളികൾ, ആ വീട്ടിലെ ഉമ്മമാർ, ആ വീട്ടിലെ ഉപകരണങ്ങൾ, ആ വീട്ടിലെ സമ്പത്ത്, എത്രയാണ് അല്ലാഹു അതിന് കാവൽ നൽകുന്നത്. എത്ര വലിയ പരിശുദ്ധിയാണ് അല്ലാഹു തആല അതിന് നൽകുന്നത്. അത് നമുക്ക് ലിമിറ്റാക്കാൻ കഴിയില്ല. ഇരിക്കട്ടെ, നല്ല ശബ്ദത്തിൽ പാട്ടുപാടുന്ന സാദാന് ഇതാണോ എന്നോട് ഉപദേശിച്ചത്? നല്ല സൗന്ദര്യമുള്ള ശബ്ദം, ഖുർആൻ കൊണ്ട് ശബ്ദ സൗന്ദര്യം കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ സൗന്ദര്യം ഉണ്ടാകുമായിരുന്നു എന്നാണോ പറഞ്ഞത്? ആ ഉപദേശം മനസ്സിലേക്ക് തറച്ചുപോയി. സാദാന് പാട്ട് നിർത്തിയിട്ട് പാട്ടിന്റെ കൂടെ ശരിക്ക് ഈണം ഒപ്പിച്ചിരുന്ന ചില വടികളൊക്കെ സാദാന്റെ കയ്യിലുണ്ടായിരുന്നു. ആ വടികൾ കാൽമുട്ടിലേക്ക് വെച്ചിട്ട് പൊട്ടിച്ച് വലിച്ചെറിഞ്ഞു. മുട്ടാൻ ഉപയോഗിച്ചിരുന്ന വടികൾ മുഴുവനും എടുത്ത് കാൽമുട്ടിലേക്ക് ചേർത്തി വെച്ചുകൊണ്ട് വളച്ച് പൊട്ടിച്ച്, എന്നിട്ടതാ
ഇബ്നു മസ്ഊദ് തങ്ങളെ വാഹനം പോയതിന്റെ പിന്നാലെ സാദാൻ ഓടിപ്പോകുന്നു. പിന്നാലെ ജനങ്ങളും ഓടുന്നു. ജനങ്ങൾ എന്തിനാ ഓടുന്നത് എന്നറിയുമോ? മദ്യപാനികളെ പാട്ടുപാടി സുഖിപ്പിച്ച സാദാനിനെ മുത്തുനബി തങ്ങളെ ഖാദിമായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സ്വീകരിക്കുമോ? അതൊന്ന് കാണണം എന്ന നിലക്കാണ് പിന്നാലെ ആളുകൾ ഓടിപ്പോകുന്നത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കുറച്ച് ദൂരെ വാഹനത്തിലോടുമ്പോ സാദാന് കൈകൊട്ടി വിളിച്ചിട്ട് നിൽക്കാൻ വേണ്ടി പറയുന്നു. ഓടിച്ചെന്ന് അടുത്തേക്ക് ചെന്നപ്പോ വാഹനത്തിൽ നിന്ന് താഴെറങ്ങിയിട്ട് സാധാരണ ചെറുപ്പക്കാരനെ ആലിംഗനം ചെയ്ത് വരവേറ്റ് സ്വീകരിച്ചു പോയി. എനിക്ക് നിങ്ങൾ ഖുർആൻ പഠിപ്പിച്ചു തരണം. നിങ്ങളിൽ നിന്നല്ലേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പഠിക്കാൻ പറഞ്ഞത്? എന്റെ കാലശേഷം 6 പേരിൽ നിന്ന് നിങ്ങൾ ഖുർആൻ പഠിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞപ്പോ ആ കൂട്ടത്തിൽ ഒരു മഹാനാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഇബ്നു മസ്ഊദ് തങ്ങൾ ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ്. നിങ്ങൾ എനിക്ക് ഖുർആൻ പഠിപ്പിച്ചു തരണം, ഖുർആൻ ഓത്ത് പഠിപ്പിച്ചു തരണം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കൂടെ കൊണ്ടുപോയി. ജനങ്ങൾ ആശങ്കയോടെ നോക്കുമ്പോ ജനങ്ങളിലേക്ക് തിരിഞ്ഞ് മഹാനവർകൾ പറഞ്ഞു, പാടുന്ന പാട്ടും ആടുന്ന നൃത്തവും നിർത്തിയിട്ട് ഖുർആന് പഠിക്കാനും കേൾക്കാനും വന്ന ഒരാളെ ഞാൻ സ്വീകരിക്കേണ്ടയോ? പാട്ട് പാടാനല്ലല്ലോ ഇപ്പൊ വന്നത്, പാടിയിട്ടെന്നെ സുഖിപ്പിക്കാനല്ലല്ലോ വന്നത്. അപ്പാടുന്ന പാട്ട് നിർത്തിയിട്ട് ഖുർആൻ പഠിക്കാനല്ലേ വന്നത്, ഖുർആൻ കേൾക്കാനല്ലേ വന്നത്. അത്തരത്തിലൊരാളെ ഞാൻ സ്വീകരിക്കണ്ടേ? ഞാൻ ഒഴിവാക്കി വിടാൻ പറ്റൂലല്ലോ. ആ നിലയ്ക്ക് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോകുന്നു. സാദാനോട് പിന്നീട് ജനങ്ങൾ ചോദിച്ചു, സാദാനെ ഇപ്പൊ പാട്ട് പാടാറുണ്ടോ? സാദാൻ പറയുന്നത്, ഖുർആനോത്ത് ഞാൻ അങ്ങ് സ്വീകരിച്ചു തുടങ്ങിയ ശേഷം ഖുർആനോത്ത് എന്റെ മനസ്സിലങ്ങ് ശരിയായ നിലക്ക് എന്റെ മനസ്സിൽ പിടിച്ച ശേഷം പിന്നെ ഞാൻ പാട്ടുപാടിയിട്ടില്ല. എനിക്ക് എല്ലാറ്റിനും ഖുർആൻ മതി. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ പോയി ഖുർആനോത്തങ്ങ് പഠിച്ച് ഖുർആനോത്തങ്ങ് ശരിയായ നിലക്ക് ശീലമാക്കിയിട്ട് പിന്നെ എനിക്ക് പാട്ട് പാടേണ്ട ആവശ്യം വന്നിട്ടില്ല. എന്തിനും ഏതിനും എനിക്ക് ഖുർആൻ തന്നെ മതി. സുബ്ഹാനല്ലാഹ്. സഹോദരങ്ങളെ, നിങ്ങൾ കണ്ടില്ലേ, ആ അനാവശ്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് സാദാനെന്ന ചെറുപ്പക്കാരൻ ഖുർആനിന്റെ ശബ്ദത്തിന് സൗന്ദര്യം നൽകിയിട്ട് നല്ല ഈണത്തിലും ശബ്ദത്തിലും ഖുർആനോത്ത് തിരഞ്ഞെടുത്തതോടെ, അതിന്റെ പഠനവും അതിന്റെ ശബ്ദവും തിരഞ്ഞെടുത്തതോടെ സാദാനിനി എല്ലാവിധ ബറക്കത്തും അതുകൊണ്ട് കിട്ടിപ്പോയി എന്നല്ലേ പറഞ്ഞത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഉമ്മമാരെ, ചെറുപ്പക്കാരികളെ, വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, അനാവശ്യം കേട്ടുകൊണ്ട് കാതിനെ കേടാക്കരുത്, മനസ്സിനെ കേടാക്കരുത്. മനസ്സിൽ വരേണ്ട ചിത്രങ്ങൾ നല്ലതാകണം, മനസ്സിൽ വരേണ്ട ഓർമ്മകൾ നല്ലതാകണം, മനസ്സിൽ വരേണ്ട വിഷയങ്ങൾ നന്മയാകണം. അപ്പോഴേ മനസ്സിന്റെ ക്ലിയർ നിലനിർത്താൻ കഴിയുകയുള്ളൂ, മനസ്സിന്റെ പരിശുദ്ധി പരിപോഷിപ്പിക്കാൻ കഴിയുകയുള്ളൂ, മനസ്സിന് ആത്മീയമായ ഭാവങ്ങൾ കൂട്ടിക്കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. പറ്റാത്തത് കേട്ടാല് മനസ്സിനതിന് സ്വാധീനമുണ്ടാകുമോ? ഉണ്ട്. അനാവശ്യമായത് കണ്ടാല് മനസ്സിനതിന്റെ ചിത്രം വരുമോ? ചിത്രം വരും. അനാവശ്യമായ വിഷയങ്ങളിൽ പങ്കെടുത്താൽ അതിന്റെ ഒരു കുറവ് മനസ്സിനുണ്ടാകുമോ? ഉണ്ടാകും. അത്തരത്തിലുള്ള ഒരു വിഷയവും കേൾക്കാതെ, അത്തരത്തിൽ ഒന്നിനും സമയം കളയാതെ, അത്തരത്തിലുള്ള ദൃശ്യങ്ങളൊന്നും കാണാതെ കഴിവിന്റെ പരമാവധി അനാവശ്യങ്ങളിൽ നിന്ന് മാറി ജീവിക്കണം. വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ.